ഇന്നലെ രാത്രി മുതൽ പനയംപാടക്കാർ ഉറങ്ങിയിട്ടില്ല, ഉണ്ടിട്ടില്ല. പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലുമാകാതെ രാത്രി പകലാക്കി. കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ വറ്റി. പുലർച്ചെയോടെ കുഞ്ഞുമക്കൾ അവരവരുടെ വീടുകളിലേക്ക്, പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് അവസാനമായി എത്തി. കരഞ്ഞുപറ്റിയ കണ്ണുകൾ പിന്നെയും നിർത്താതെ കരഞ്ഞു. ഇടനെഞ്ചു പൊട്ടി ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും. ഓരോ വീട്ടിലെയും കാഴ്ചകൾ ഹൃദയഭേദകം. വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെത്തിയ നേരം മുതൽ അണമുറിയാത്ത പ്രവാഹമായിരുന്നു. അവരെ നേരിട്ടറിയുന്നവരും അറിയാത്തവരുമെല്ലാം അന്ത്യനിദ്രയിലാണ്ട കുഞ്ഞുങ്ങളെ കണ്ടവർ വിതുമ്പിക്കരഞ്ഞു. പിന്നെ അതൊരേങ്ങനായി, എങ്ങും വിലാപം മാത്രം. സ്കൂളിലെ കൂട്ടുകാരികളെത്തിയപ്പോഴേക്കും സങ്കടക്കടൽ അണപൊട്ടിയൊഴുകി. പ്രിയപ്പെട്ടവരെ കണ്ട് അലറിക്കരഞ്ഞ സഹപാഠികൾ, വീണ്ടും വീണ്ടും പേര് വിളിച്ച് നിലവിട്ടുകരയുന്ന കൂട്ടുകാർ, പ്രിയ കൂട്ടുകാരിയെ വിട്ടുകൊടുക്കാനാകാതെ തട്ടി വിളിക്കുന്നവർ. മക്കൾക്കരികിൽ നിന്ന് മാറാതെ നിൽക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും പാതിബോധത്തിലായിരുന്നു. കരഞ്ഞു മയങ്ങുന്നവരെ ബന്ധുക്കൾ താങ്ങി. അധ്യാപകരും നാട്ടുകാരുമായി പിന്നെയും ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. രാവിലെ 8:30 കരിമ്പനക്കൽ ഹാളിലും പൊതുദർശനം. വന്നുപോയവരെല്ലാം തേങ്ങിക്കരഞ്ഞു. ഒടുവിൽ ആയിഷയെ കാണാൻ മൂത്ത സഹോദരിയുമെത്തി. ഡൽഹിയിൽ പഠിക്കാൻ പോയവൾ കുഞ്ഞനുജത്തിയുടെ ചേതനയറ്റ ശരീരം കണ്ട് വിങ്ങിപ്പൊട്ടി. പൊതുദർശനത്തിന് പിന്നാലെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക്. അവിടെ അടുത്തടുത്തായി ഖബറിടങ്ങൾ. ചെറിയ പ്രാർത്ഥന. ഈ കുട്ടികളുടെ വിരുന്നുപോക്ക് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു കൊണ്ടുവരുന്നാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ഓരോരുത്തരായി ഖബറിലേക്ക്. അപ്പോഴൊക്കെയും പനയംപാടത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. കണ്ണീർ വാർത്ത നാടും പ്രിയമക്കൾക്ക് വിട നൽകി. ന്യൂസ് ഡെസ്ക്, News 18.